ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചന്ദ്രാസ് ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊനൗൺസിനെ കുറിച്ചും റിലേറ്റീവ് പ്രൊനൗണിനെ കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയാപദങ്ങളെക്കുറിച്ചാണ്. 55 ക്രിയാപദങ്ങൾ, വെർബിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന 55 ക്രിയാപദങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 7 forms of the verb that will be discussed later. മലയാളവും ഇന്ത്യൻ ഭാഷയും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം: ഇന്ത്യൻ ഭാഷ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് SOV പാറ്റേണിലാണ് എല്ലാം ഉള്ളത്. എന്നാൽ ഇംഗ്ലീഷ് ആവട്ടെ SVO, സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വെർബ് ഫോംസ്, എന്നിട്ട് വേണം ഒബ്ജക്റ്റ്. ഇപ്പം രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറയുമ്പോൾ രാമൻ സബ്ജക്റ്റ്, പാമ്പ് ഒബ്ജക്റ്റ്, കൊന്നു എന്ന് പറയുന്ന വെർബ് മൂന്നാമതാണ് വരുന്നത്. ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, രാമ കിൽ എ സ്നേക്ക്, ഇങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഈ രീതിയിൽ വെർബിൻ്റെ സ്ഥാനത്ത് വരുന്ന 55 ക്രിയാപദങ്ങൾ നമ്മൾ വ്യക്തമായി പഠിച്ചില്ല എങ്കിൽ സെൻറ്റൻസ് പറയുമ്പോൾ, സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ രണ്ടാമത് ഭാഗം വെർബ് ഫോംസിൻ്റെ അടുത്ത് വരുന്ന ഭാഗം തെറ്റാൻ സാധ്യതയുണ്ട്. അത് തെറ്റാതെ വളരെ കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് സംസാരിക്കുവാൻ വേണ്ടി ആ 55 ക്രിയാപദങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനെ 55 ക്രിയാപദങ്ങളെ 4 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ബി വെർബ്സ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ, അതിൽ 18 എണ്ണമുണ്ട്. ഹാസ് വെർബ്, അതിൽ 16 എണ്ണമുണ്ട്. ഡു വെർബ്സ്, അതിൽ 5 എണ്ണമുണ്ട്. അതോടൊപ്പം തന്നെ ഫുൾ വെർബ്സ് 16 എണ്ണം. ഇങ്ങനെ ടോട്ടൽ 55 രൂപങ്ങളാണ് ഉള്ളത്. വെർബ് ക്രിയാരൂപങ്ങളാണ് അല്ലെ ക്രിയാപദങ്ങളാണ് ഉള്ളത്. ആദ്യം ബി വെർബ്സ് നമുക്ക് പരിശോധിക്കാം. ആം, ഈസ്, ആർ, ആകുന്നു അല്ലെങ്കിൽ ആണ്. വാസ്, വേർ, ആയിരുന്നു. വിൽ ബി, ഷാൾ ബി, ആകും അല്ലെങ്കിൽ ആയിരിക്കും. ഷാൾ ബി, വിൽ ബി, ക്യാൻ ബി, കുഡ് ബി, ഷുഡ് ബി, മേ ബി, മസ്റ്റ് ബി, നീഡ് ബി, ഓട്ട് ടു ബി. ഇങ്ങനെ 18 എണ്ണമാണുള്ളത്. അപ്പോൾ ഹാസ് ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഹാസ്, ഹാവ്, ഹാഡ്, വിൽ ഹാവ്, ഷാൾ ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്, can have, could have, may have, must have, need have, ought to have. ഡു വെർബ്സിലേക്ക് പോകുമ്പോൾ ഡു, ഡസ്, ഡിഡ്, ഷാൾ, വിൽ. പിന്നെ ഫുൾ വെർബ്. ഫുൾ വെർബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്. സ്റ്റഡി എന്ന് പറയുന്ന ഒരു പദം എടുക്കുകയാണെങ്കിൽ സ്റ്റഡി, സ്റ്റഡീസ്, സ്റ്റഡീഡ്, വിൽ സ്റ്റഡി, ഷാൾ സ്റ്റഡി, വുഡ് സ്റ്റഡി, ഷുഡ് സ്റ്റഡി, ക്യാൻ സ്റ്റഡി, കുഡ് സ്റ്റഡി, മേ സ്റ്റഡി, മസ്റ്റ് സ്റ്റഡി, നീഡ് സ്റ്റഡി, ഓട്ട് ടു സ്റ്റഡി. അപ്പോൾ 55 ക്രിയാപദങ്ങളാണ്. ഇത് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് നിങ്ങളെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൂത്രം. ആ സൂത്രവിദ്യ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്വന്തമായിട്ട് മാതൃഭാഷ പോലെ, നമ്മുടെ മലയാളം പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. യാതൊരു തരത്തിലുള്ള തെറ്റും കൂടാതെ അക്യുറേറ്റായിട്ട് സംസാരിക്കാൻ പറ്റും. അത് നമ്മൾ ആദ്യമായി എടുക്കുന്നത് ആം, ഈസ്, ആർ എന്ന് പറയുന്ന പദം. ആം, ഈസ്, ആർ, ആകുന്നു അല്ലെങ്കിൽ ആണ്. ആം ഏതിൻ്റെ കൂടിയാണ്, ഈസ് ഏതിൻ്റെ കൂടിയാണ്, ആർ ഏതിൻ്റെ കൂടിയാണ്, അങ്ങനെയുള്ള ഗ്രാമറ്റിക്കലായിട്ടുള്ള വശങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ ഹൃദിസ്ഥമാക്കുകയാണെങ്കിൽ ആ ആം, ഈസ്, ആറിൻ്റെ യൂസേജ് നിങ്ങൾക്ക് തെറ്റാതെ ഉപയോഗിക്കാം. ഫസ്റ്റ്, ഞാനാണ്, ഞാനാകുന്നു അല്ലെങ്കിൽ ആണ്. ഞാനാണ്, അയാം. ഞങ്ങളാണ്, വി ആർ. നീയാണ്, യു ആർ. നിങ്ങളാണ്, യു ആർ. അവനാണ്, ഹി ഈസ്. അവളാണ്, ഷീ ഈസ്. പീറ്റർ ആണ്, പീറ്റർ ഈസ്. അവരാണ്, ദേ ആർ. പീറ്റർ എന്ന് പറയുന്ന ഒരു പേര് അവിടെ കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 10 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും സ്പീഡ് കൂട്ടി കൂട്ടി പറഞ്ഞ് അവസാനം പറയുമ്പോൾ 6 സെക്കൻഡ് കൊണ്ട് ഈ പാറ്റേൺ പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പം ഞാനാണ്, അയാം. ഞങ്ങളാണ്, വി ആർ. നീയാണ്, യു ആർ. നിങ്ങളാണ്, യു ആർ. അവനാണ്, ഹി ഈസ്. അവളാണ്, ഷീ ഈസ്. പീറ്ററാണ്, പീറ്റർ ഈസ്. അവരാണ്, ദേ ആർ. രണ്ടാമത് പറയുമ്പോൾ കുറച്ചും കൂടി കൂട്ടുക. ഞാനാണ്, അയാം. ഞങ്ങളാണ്, വി ആർ. നീയാണ്, യു ആർ. നിങ്ങളാണ്, യു ആർ. അവനാണ്, ഹി ഈസ്. അവളാണ്, ഷീ ഈസ്. പീറ്ററാണ്, പീറ്റർ ഈസ്. അവരാണ്, ദേ ആർ. അങ്ങനെ 10ാമത് പ്രാവശ്യം പറയുമ്പോഴേക്കും ഒരു 6 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് ഫിനിഷ് ചെയ്യണം. ഞാനാണ്, അയാം. ഞങ്ങളാണ്, വി ആർ. നീയാണ്, യു ആർ. നിങ്ങളാണ്, യു ആർ. അവനാണ്, ഹി ഈസ്. അവളാണ്, ഷീ ഈസ്. പീറ്ററാണ്, പീറ്റർ ഈസ്. അവരാണ്, ദേ ആർ. ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സെൻറ്റൻസ്, ഇപ്പോൾ അവൻ ഡോക്ടറാണ് എന്ന് നമുക്ക് പറയണം. അപ്പോൾ ഹീസ് എ ഡോക്ടർ. അവൻ എൻജിനീയറാണ്, ഹീസ് ആൻ എൻജിനീയർ. അവൻ സെയിൽസ്മാൻ ആണ്, ഹീസ് എ സെയിൽസ്മാൻ. അവർ ഡോക്ടേഴ്സാണ്, ദേ ആർ ഡോക്ടേഴ്സ്. കറക്റ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ അവൻ ഡോക്ടർ അല്ല എന്നാണെങ്കിൽ നോട്ട് ചേർത്താൽ മതി. അവൻ ഡോക്ടർ അല്ല, ഹീസ് നോട്ട് എ ഡോക്ടർ. അവൻ എൻജിനീയറാണ്, ഹീസ് ആൻ എൻജിനീയർ. അവൻ എൻജിനീയർ ആണോ? അപ്പോൾ
അതിൻ്റെ ചോദ്യം. ഈസ് ഹി ആൻ എഞ്ചിനീയർ? അവൻ എഞ്ചിനീയർ അല്ല. ഹീസ് നോട്ട് ആൻ എഞ്ചിനീയർ. അവൻ ഡോക്ടറാണ്. ഹീസ് എ ഡോക്ടർ. ഞാൻ ഡോക്ടറല്ല. ഐ ആം നോട്ട് എ ഡോക്ടർ. ഞാനൊരു അധ്യാപകനാണ്. ഐ ആം എ ടീച്ചർ. ഇങ്ങനെ അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും നിങ്ങളുടെ അറിയാത്ത പലരും ഉണ്ടാകും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, അതോടൊപ്പം റിലേറ്റീവ്സ് ഉണ്ടാകും. ഇത് അവരിലേക്ക് എത്തിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസാണ് ഇനിയുള്ള ദിവസങ്ങൾ വരുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവാനും നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.